ഓം ശാന്തി. പറയുന്നത് ഒരു മനുഷ്യന് ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണിഷ്മെൻ്റ് എന്നാണ്. ശിക്ഷ കൊടുക്കുന്ന ആളുകൾക്കും പുറമെയുള്ള ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ കട്ട് ചെയ്ത് ജയിലറയെ കൊണ്ടിടില്ലേ, ആരുമായിട്ട് ഇഷ്ടമുള്ളവരെ കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, ഒരു പണിഷ്മെൻറ്റ്. മറ്റൊന്ന് നമ്മുടെ കർമ്മത്തിൻ്റെ പണിഷ്മെൻറ്റ് വരുമ്പോഴും ICUൻ്റെ ഉള്ളിൽ കൊണ്ടിടാറില്ലേ, ആരെയും കാണാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അതെല്ലാം നമുക്ക് വലിയ പീഡനങ്ങളായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒറ്റയ്ക്കിരിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പണിഷ്മെൻ്റ് ആയിട്ടാണ് കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം തോന്നാറ്. ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരാൾ 15 സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ അപകടകരമായ രീതിയിലുള്ളതായിരിക്കുന്ന വിഷങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ടെൻഷൻ അടിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും പോലും. ഹാർട്ട് അറ്റാക്കിനേക്കാൾ വലിയ വേദന ഹൃദയത്തിൽ ആ സമയത്ത് മനുഷ്യൻ അനുഭവിച്ച് മരിച്ചേക്കാൻ പോലും. ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്കാവുന്നതിനെക്കുറിച്ച് ഒരുപാട് അപകടകരമായിട്ടുള്ള വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഒറ്റയ്ക്കാവുന്നത് ഏറ്റവും വലിയ അപകടമാണെങ്കിലും ഒറ്റയ്ക്കാവുന്നത് ഏറ്റവും വലിയ സുഖകരമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. എനിക്ക് പലപ്പോഴും നമ്മുടെ മനുഷ്യന്മാരെ മുള്ളം പന്നിയെ പോലെ തോന്നാറുണ്ട്. നിങ്ങൾ കണ്ടില്ലേ മുള്ളം പന്നി തണുപ്പിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് തണുക്കും. അപ്പോൾ അതെന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റൊരു മുള്ളം പന്നിയെ ചേർന്ന് നിൽക്കാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മുള്ളം പന്നികളുടെ മുള്ള് പരസ്പരം കുത്തിയിട്ട് അവർക്ക് അടുത്തിക്കാനും പറ്റില്ല. അകന്നിക്കുമ്പോൾ തണുക്കും, അടുത്തിക്കുമ്പോൾ അവർ വേദനിക്കുകയും ചെയ്യും, കുത്തി വേദനിക്കുകയും ചെയ്യും. അതുകൊണ്ട് അടുത്തും അകന്നും മാറി തണുപ്പിൽ കഷ്ടപ്പെടുന്ന ഒരു പാവം ജീവിയാണ് മുള്ളം പന്നി. പലപ്പോഴും മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെ ആവാറില്ലേ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയ്യോ ഞാൻ ഒറ്റയ്ക്കായി പോയി, എനിക്ക് ആരുമില്ല എന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ കൂട്ടത്തിൽ വന്നാലോ, നിങ്ങളെന്നെ ഒറ്റയ്ക്ക് വിടുമോ, നിങ്ങളൊന്ന് വെറുതെ വിടുമോ, എനിക്ക് അവരെ പ്രശ്നമാണ്, ഇവർ പ്രശ്നമാണ്, അവർ കാരണം കൊണ്ടാണ് എൻ്റെ ടെൻഷൻ, ഇവർ കാരണം കൊണ്ടാണ് എൻ്റെ ടെൻഷൻ. ഇങ്ങനെ അടുത്താൽ കുത്തുമ്പോഴുള്ള വേദന, അകന്നാൽ ഒറ്റയ്ക്കാവുന്നതിൻ്റെ വേദന. ഞാൻ ഒരിക്കൽ ഓർത്തു പോവും, പരമാത്മ മഹാവാക്യത്തിൽ, ഈശ്വരൻ്റെ മഹാവാക്യങ്ങളിൽ ഒരിക്കൽ ഭഗവാന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മനുഷ്യന്മാർ ഒട്ടകപ്പക്ഷിയെപ്പോലെ പലപ്പോഴും പെരുമാറാറുണ്ട്, എന്താണെന്നറിയോ എന്ന്. ഒട്ടകപ്പക്ഷിയുടെ അടുത്ത് പറക്കാൻ പറഞ്ഞാൽ പറയും, അയ്യോ എനിക്ക് ഇത്രയധികം ഭാരമാണ്, എന്നെക്കൊണ്ട് പറക്കാൻ പറ്റില്ല എന്ന്. അതേസമയം തന്നെ അതിനടുത്ത് ഭാരം എടുക്കാൻ പറഞ്ഞാൽ പറയും, അയ്യോ എനിക്ക് ഭാരം എടുക്കാൻ പറ്റില്ല, ഞാൻ പക്ഷിയാണെന്ന്. പറക്കാൻ പറഞ്ഞാൽ പറയും ഞാൻ ഒട്ടകമാണെന്ന്, ഭാരം എടുക്കാൻ പറഞ്ഞാൽ പറയും ഞാൻ പക്ഷിയാണെന്ന്. അങ്ങനെയാണ് ഇന്നത്തെ മനുഷ്യന്മാരും. മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന വഴികളെക്കുറിച്ച് പറയുമ്പോൾ അയ്യോ എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇതേ പറ്റുമെന്ന് പറയും. എന്നാൽ പിന്നെ അങ്ങനെ കംഫർട്ടായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞാൽ അയ്യോ ഈ സാഹചര്യത്തിൽ എന്നെക്കൊണ്ട് ഇങ്ങനെ സാധിക്കില്ല എന്ന് പറയും. ഒറ്റയ്ക്കാവുന്ന മനുഷ്യന്മാർ പല രീതികളിൽ, ഒന്നുകിൽ എനിക്കൊരു ബോയ് ഫ്രണ്ട് വേണം, ഗേൾ ഫ്രണ്ട് വേണം, അതല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു കൂട്ടുകാർ വേണം, അല്ലെങ്കിൽ റൂമിൽ റൂംമേറ്റ്സ് എങ്കിലും താമസിക്കാൻ വേണം. ഒറ്റയ്ക്കാവുന്നവർ ഇനി വീട്ടിൽ ആരെങ്കിലും വാടകയ്ക്കെങ്കിലും താമസിപ്പിച്ചെങ്കിലും ആളുണ്ടാവട്ടെ എന്ന് നോക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം കൂടെ ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവരിങ്ങനെ ഇവരിങ്ങനെ പെരുമാറി, അതുകൊണ്ട് എനിക്ക് ടെൻഷനായി, അവരാണ് എൻ്റെ ടെൻഷൻ ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വന്നു പോകും. നമ്മൾ മനുഷ്യന്മാരുടെ പറയുമ്പോൾ ഏറ്റവും അധികം വിശേഷ ബുദ്ധി തന്നതായിരിക്കുന്ന ഈശ്വരൻ്റെ വരദാനം കിട്ടിയ ഒരു ക്രിയേഷൻ, ഒരു രചനയാണ് മനുഷ്യന്മാർ. പക്ഷെ ആ മനുഷ്യന്മാർക്ക് സ്വന്തം കഴിവുകളെ കണ്ടെത്താൻ പറ്റാതിരിക്കുമ്പോൾ, ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഭാവം അറിയാതിരിക്കുമ്പോൾ മുള്ളം പന്നിയെപ്പോലെ അല്ലെങ്കിൽ മറ്റൊട്ടകപ്പക്ഷിയെപ്പോലെ എന്തിനെയൊക്കെയോ പോലെ നമ്മൾ ജീവിക്കുകയാണ്. അടുക്കാനും വയ്യ, അകലാനും വയ്യ. അടുത്താൽ വേദന, അകന്നാലും വേദന. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജീവിതത്തിൽ എപ്പോഴും ദുഃഖം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഡേ ബൈ ഡേ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിൽക്കുന്നു പറഞ്ഞുതരികയാണ്, ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് ഒരിക്കലും മോശമായ കാര്യമല്ല. എന്നാൽ എല്ലാ സമയത്തും നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമോ? ഇല്ല കേട്ടോ, ഒരിക്കലും ഇല്ല. നമ്മൾ സമൂഹ ജീവികളാണ്. ഈ സമൂഹത്തിൽ ഒത്തുചേരുമ്പോൾ സന്തോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കണം. ഇതാണ് പരമമായിരിക്കുന്ന ഒരു സത്യം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുക? ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റണം. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അയ്യോ എനിക്ക് അവർ മിസ്സിങ് ഉണ്ട്, ഇവർ മിസ്സിങ് ഉണ്ട്, അവരുണ്ടെങ്കിൽ അങ്ങനെ ആവായിരുന്നു, ഇവരുണ്ടെങ്കിൽ ഇങ്ങനെ ആവായിരുന്നു, ഈ കാര്യം കൂട്ടത്തിലാണെങ്കിൽ എന്ത് രസമായിരുന്നു. ഇങ്ങനെ നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷം നമുക്ക് ഭയങ്കര ബോർഡായിട്ട് തോന്നും. അതേസമയം ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രസൻറ്റിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും രസകരമാക്കി അതിനെ മാറ്റാൻ പറ്റും.
കാരണം ഒരാൾക്ക് ഇന്ന് ഏറ്റവും ഇല്ലാത്തതായിട്ടുള്ള സമയം നോക്കിയാൽ നമ്മുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനില്ല എന്നാണ് മനുഷ്യന്മാരുടെ സംസാരം. അത് ഒറ്റയ്ക്കിരുന്നാൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് മറ്റുള്ളവരെ കൂടെ ആകുമ്പോഴാണ് ആ മിസ്സിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടി, നമുക്ക് പഠിക്കാൻ വേണ്ടി, എന്നെ അറിയാൻ വേണ്ടി, എന്നെ വിശകലനം ചെയ്യാൻ വേണ്ടി, എനിക്ക് ലോകത്ത് ആരും ഇല്ലാതാവുമ്പോൾ നമ്മുടെ കൂടെ എത്തുന്ന ഒരു ആത്മമിത്രമുണ്ട്, ഈശ്വരനാകുന്ന മിത്രം. ആ മിത്രം മറ്റെല്ലാവരുടെ അടുത്തും നിങ്ങൾ ബിസി ആവുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. നമ്മുടെ ലൈഫിൽ ഞാൻ ഈശ്വരൻ്റെ കത്ത് എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ട് ഭഗവാന്റെ ഭാഷയിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടിട്ട് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, നീ ജോലിക്ക് പോകുമ്പോഴും കൂടെ ഉണ്ടായിരുന്നു, എറ്റ്സെട്ര എറ്റ്സെട്ര. എല്ലാ സമയത്തും നമ്മളെ കെയർ ചെയ്ത്, നമ്മളെ കണ്ട്, നമ്മുടെ കൂടെ ഇരുന്ന്, നമ്മൾക്ക് വല്ല ആപത്ത് വരാൻ സംഭവിക്കണമെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി കാവൽ നിൽക്കാൻ എല്ലാതുള്ള ഒരാളാണ് ഭഗവാൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? മറ്റെല്ലാവരുടെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവും, നമ്മുടെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല, ഈശ്വരൻ്റെ കൂടെയും സമയം ചെലവഴിക്കാനായിട്ട് തയ്യാറല്ല. റിസൾട്ട് എന്ത് സംഭവിക്കുന്നു? മനസ്സിനുള്ളിൽ ഒറ്റയ്ക്കാവും, മറ്റുള്ളവരുടെ മിസ്സിങ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയം ഭയങ്കര അപകടകരമായി തോന്നുന്നത് നമുക്ക്. അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അവനവനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, അവനവനെ എനർജൈസ് ചെയ്യാൻ വേണ്ടി, അവനവനെ പവർഫുൾ ആക്കാൻ വേണ്ടി ആര് സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുന്നു അവർക്കാണ് കൂട്ടത്തിലും ഒരു ഗ്രൂപ്പിൽ പോയാലും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ വിരൽത്തുമ്പിലാണ്. നമുക്ക് ഒരു കയ്യിൽ ഫോണില്ലാത്ത ഒരാളെയും ഒരു വീട്ടിൽ നമ്മൾ കാണില്ല. ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒന്ന് വിരലമർത്തിയാൽ മതി. ടെക്നോളജിയുടെ ലോകമാണ്. കണ്ടു വേണമെങ്കിൽ സംസാരിക്കാം, കേൾക്കുന്ന വേണമെങ്കിൽ മാത്രം ചെയ്യാം, ആരെങ്കിലും സംസാരിക്കുന്നത് വേണമെങ്കിൽ കേൾക്കാം. എന്നാലും നമ്മൾ പറയുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോയി. വീട്ടിൽ 10ഉം 15ഉം ആളുകൾ താമസിക്കുന്ന കുടുംബത്തിൽ നിന്ന് എനിക്ക് ആരോടും പറയാനില്ല, ഞാൻ ഒറ്റപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 10 ആൾ വീട്ടിലുണ്ട്, എന്നിട്ട് പറയുകയാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന്. എന്തുകൊണ്ടാണ്? കൂട്ടത്തിൽ നമുക്ക് ചേരാൻ പറ്റാത്തത്, എനിക്ക് എന്നെ ഒറ്റയ്ക്കിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഏകാന്തത എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പരമാത്മ മഹാവാക്യത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഏകാന്തതയുടെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന മീനിങ് ഏക് കെ അന്തമേ ഖോജാന എന്ന്. ഇത് ഭഗവാന്റെ മഹാവാക്യമാണ്. ഏക് കെ അന്തമേ ഖോജാന എന്ന് വെച്ചാൽ അർത്ഥം ഒരേ ഒരു പരമാത്മാവിൽ നമുക്ക് അലിയാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏകാന്തതയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനിങ്. അതിന് നമുക്ക് എന്ത് വേണ്ടി വരും? ഏക് കോ ജാനന പടേക. നമുക്ക് മനസ്സിലാക്കേണ്ടി വരും, അറിയേണ്ടി വരും. എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ ആരെന്ന് എനിക്കറിയണം, എൻ്റെ ഗുണം എന്തെന്ന് എനിക്കറിയണം, എൻ്റെ ശക്തി എന്തെന്ന് എനിക്കറിയണം, എൻ്റെ വീക്ക്നെസ് എന്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്ത് തോട്ട്സ് നടക്കുന്നു എനിക്ക് എന്നെ ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു കൂട്ടത്തിൽ പറ്റില്ല. കൂട്ടത്തിലാകുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും മുന്നേ വേറൊരാൾ നമ്മൾ കാര്യം പറയും, അത് കേൾക്കും. നമ്മൾ ആരെങ്കിലും ഇപ്പുറത്തൊരു കാര്യം പറയും, അത് നമ്മൾ കേൾക്കും. അതൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഒറ്റയ്ക്ക് കുറച്ച് സമയം കിട്ടണം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ തോട്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം ഞാൻ ഏത് രീതിയിലാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. ഒരു മാസത്തിൽ ഒരിക്കലാണ് ഒരു ദിവസം ഒറ്റപ്പെട്ടു പോകുന്നു വിചാരിക്കുക. ഒരു മാസമായല്ലോ ഇങ്ങനെ ഞാൻ കടന്നു വരുന്നത്. ആ ഒരു മാസം ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്? ഏത് രീതിയിൽ എൻ്റെ സമയം ഞാൻ കളഞ്ഞു? എങ്ങനെയൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്തു? എത്ര സമയം ഞാൻ ഉപയോഗിച്ചു? ഇതൊക്കെ പരിശോധിച്ച് നമ്മുടെ തന്നെ ഒരു സ്ക്രീനിൽ ഒരു സിനിമ കാണും പോലെ, ഒരു സിനിമ കാണുമ്പോൾ അതിൽ ഓരോ ദൃശ്യങ്ങളും കൃത്യമായി കടന്നു പോകും. ജീവിതത്തെ ഒരു സിനിമ പോലെ മുന്നിൽ കാണാനുള്ളതായിരിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തം നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴാണ്. ഒന്ന് പരിശോധിച്ച് നോക്കൂ. പലപ്പോഴും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്കിരിക്കാൻ സാധിക്കുന്നത് ദ ബെസ്റ്റാണ്. ഒറ്റയ്ക്കിരുന്ന് നോക്കി നോക്കുക, ഈ ആഴ്ച ഞാൻ എങ്ങനെയാണ് കടന്നു പോയത്? ഓരോരുത്തരോടും ഞാൻ പെരുമാറുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ വീക്ക്നെസ്സുകൾ ഉണ്ടായി, എന്തൊക്കെ പ്ലസ് പോയിന്റ്സ് ഉണ്ടായി, അപ്പോൾ എന്തൊക്കെ ഞാൻ പ്ലസ് ചെയ്യണം, എന്തൊക്കെ ഞാൻ മൈനസ് ചെയ്യണം. ആ മൈനസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്ലസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുവരേണ്ടതായിരിക്കുന്ന ഗുണങ്ങൾ, എന്തൊക്കെ ടൈപ്പ് തോട്ട്സ് ഞാൻ എൻ്റെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു, ഏതൊക്കെ ലെവലിലാണ് ഞാൻ ഇനി മുന്നോട്ട് പോകേണ്ടത്. ഇതൊക്കെ നമുക്ക് പരിശോധിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക. ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ആരും കൂട്ടില്ല, വീട്ടിൽ മറ്റവരൊക്കെ പോയി ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കും പലരും എൻ്റെ അടുത്ത്. അവരാണ് ഈ ലോകത്തെ മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള ആളുകൾ. കാരണം അവരെ ടൈമിന് വേണ്ടി ടൈം ടേബിൾ ഇട്ടുകൊണ്ട് എനിക്ക് പഠിക്കാനുള്ള സമയം എത്ര,
എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സമയം എത്ര, ഞാൻ പുറത്ത് ആളുകളുടെ ഇടയിൽ പോയിക്കൊണ്ട് പബ്ലിക് സർവീസ് ചെയ്യാനുള്ളതായിരിക്കുന്ന ടൈം എത്ര, ആ പോകുന്ന സമയത്ത് കൊടുക്കേണ്ടത് ഞാൻ എന്ത് കൊടുക്കണം, ആ സമയത്ത് കൊടുക്കാൻ വേണ്ടി എൻ്റെ നിറയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യണം. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഏത് അവസ്ഥയിലും നിങ്ങളാവാം. ഒറ്റയ്ക്കൊരാളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റു ആർക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയായിരിക്കും. എന്തും ആയിക്കോട്ടെ, ഒറ്റപ്പെടൽ നിങ്ങൾക്കൊരു അനുഗ്രഹവുമാക്കാൻ നമുക്ക് സാധിക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് നമുക്കൊരു ലോകമില്ലെങ്കിലാണ് നമ്മൾ മറ്റുള്ളവരുടെ ലോകം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ ലോകത്ത് ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ആദരിക്കില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ ലോകത്ത് ജീവിക്കണം, നമുക്കൊരു ലോകം ഉണ്ടാക്കണം. ഓരോ വ്യക്തിക്കും അവനവൻ്റെ ലോകം ഉണ്ടായിരിക്കണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അനിഷ്ടങ്ങൾ, നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റികൾ, നമ്മുടെ ഗുണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അതിന് ഡെവലപ്പ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വ്യക്തമായ വീക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് ഏകാന്തതയും ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് പറ്റും. ഒരു മാസം ആരുമായിട്ടും മിണ്ടാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? ആ ഒരു മാസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം നിങ്ങൾ പറയും. അപ്പോഴേ നമുക്ക് വായിക്കാൻ വിശാലമായ ലോകം നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. അത് മുഴുവൻ വായിച്ചറിഞ്ഞുകൊണ്ട് അറിവിൻ്റെ നിധി ശേഖരിക്കാൻ ഇതിനേക്കാൾ വലിയൊരു മുഹൂർത്തം എപ്പോഴാണല്ലേ. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒറ്റയ്ക്കല്ലേ, എന്ത് ചെയ്യാനാ? രാവിലെ എഴുന്നേറ്റ് ആർക്ക് വേണ്ടി ഉണ്ടാക്കാനാ? ഞാൻ എപ്പോഴോ എന്തോ ഉണ്ടാക്കി, വായിക്കാനിരിക്കുന്നു, വേറെന്തൊക്കെയോ ഓർമ്മ വന്നു, വായിക്കാൻ എനിക്ക് മൂഡ് വന്നില്ല, കിടന്നു ഞാൻ, അപ്പോഴൊന്നും മൂഡ് വന്നില്ല, ഉറക്കം വന്നില്ല, വെറുതെ കിടന്നെന്തോ ചിന്തിച്ചു. ഈ രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏകാന്തത ഏറ്റവും വലിയ ആപത്തായിട്ട് മാറുന്നത്. ഒറ്റയ്ക്കാണ് നിങ്ങളെങ്കിൽ അപ്പോഴും നമ്മുടെ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് പ്ലാൻ ചെയ്യണം. രാവിലെ ഇത്ര മണിക്ക് ഞാൻ എണീറ്റിരിക്കും, ഇത്ര സമയത്ത് ഇന്ന കാര്യം ചെയ്തിരിക്കും. മറ്റാർക്കും വേണ്ടി ആഹാരം ഉണ്ടാക്കണ്ട, നമുക്ക് ഈശ്വരന് വേണ്ടി ആഹാരം ഉണ്ടാക്കണം. ഈശ്വരൻ തന്ന നിധിയായിട്ടുള്ള ഈ ഒരു ദേഹത്തിന് ഇതിനെ സൂക്ഷിക്കണം, ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കണം. എനിക്ക് വേണ്ടി ഞാൻ ഭഗവാന് വേണ്ടി ആഹാരം ഉണ്ടാക്കി ഈശ്വരനെ കഴിപ്പിച്ച് അത് സ്വയം കഴിക്കുമ്പോൾ, ഈശ്വരൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ആ ഫുഡിന് ഡബിൾ ത്രിബിൾ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യം ഇത്ര മണിക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ പറ്റൂ, ഇത്ര സമയത്ത് എനിക്ക് ലഞ്ച് കഴിച്ചേ പറ്റുള്ളൂ, ഇന്ന സമയം ഇതെൻ്റെ സ്റ്റഡി ടൈമാണ്, ഇതെൻ്റെ വീട്ടിൽ റൂട്ടീൻ വർക്ക് ചെയ്യാനുള്ള സമയമാണ്, ഇതെൻ്റെ എക്സസൈസിൻ്റെ സമയമാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിനും വേണ്ടി അന്നന്നത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്താൽ 24 മണിക്കൂറും നിങ്ങൾക്ക് തികയാത്ത പോലെ തോന്നിപ്പോവും. അങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടും നമുക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടും ഒരു മാസം നിങ്ങൾ ഈ രീതിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരവസ്ഥ കടന്നുപോയ ശേഷം നിങ്ങളൊരു കൂട്ടത്തിൽ ചെല്ലുമ്പോഴത്തേക്കും പറയും, ഓ നീ എന്ത് എനർജറ്റിക്കായി മാറി, എന്തെന്ത് കാര്യങ്ങൾ പഠിച്ചു, ഓ റിയലി ഗ്രേറ്റ് എന്ന് മറ്റുള്ളവർ പറയും. അവിടെ നിങ്ങളെല്ലാവർക്കും വേണ്ട ആളാവും. അപ്പോഴേ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ചെന്ന ശേഷം കൂട്ടത്തിൽ ചെല്ലുമ്പോൾ ആ കൂട്ടത്തിന് ആസ്വദിക്കാനും നിങ്ങൾക്ക് അപ്പോഴേ പറ്റൂ. ഇല്ലെങ്കിൽ അത്രയും സമയം ഞാൻ ഒറ്റയ്ക്കായി എനിക്ക് ആരുമില്ല, എനിക്കൊന്നും ചെയ്യാനില്ല, അങ്ങനെ കാലിയായിട്ടുള്ള പാത്രം വേറൊരാളടുത്തെത്തുമ്പോൾ തരൂ എന്നുള്ള യാചകൻ്റെ അവസ്ഥയാണ്. ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു, സംസാരിച്ചാൽ മതിയായിരുന്നു, ഒരു കൂട്ടത്തിൽ വന്നാൽ മതിയായിരുന്നു എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളൊരു യാചകൻ്റെ സ്ഥിതിയിലാണ്. ഒരു യാചകനെ ആരും ആദരിക്കാറില്ല, ഒരു സമ്പന്നനെ എല്ലാവരും ആദരിക്കും. സമ്പത്ത് മനസ്സിൽ നിന്ന്, സങ്കല്പത്തിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന്, അറിവിൻ്റെ സമ്പത്ത് നിങ്ങൾക്കുണ്ടോ, ഈ ലോകം നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ എനിക്ക് വേണമെന്ന് പറയും. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം നമ്മളെ ഏകാന്തതയാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും വരാനില്ല എന്ന് വിചാരിച്ചോ, ഇനി തേർഡ് ഫാക്ടർ അതും വരാലോ, ആരും എൻ്റെ കൂട്ടത്തിലേക്ക് വരാനില്ല, ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾ നിറച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പണ്ട് ഒരു സീനിയർ സിസ്റ്ററുടെ ക്ലാസ്സിൽ ഞാൻ കേട്ടത് ഓർമ്മിക്കും. ഈശ്വരൻ എന്ന ആശാരിയുടെ പണിയുടെ സഞ്ചിയിൽ ഉളി ഉണ്ടാവും, വാളുണ്ടാവും, അല്ലെങ്കിൽ കൊത്തുളി ഉണ്ടാവും, പല രീതിയിലുള്ളതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും. ഈശ്വരൻ ഏത് ഇൻസ്ട്രുമെൻ്റ് എപ്പോൾ എടുത്ത് ഉപയോഗിക്കണോ ആ ഉപയോഗിക്കാൻ നോക്കുന്ന സമയത്ത് ഒരാശാരി വാളെടുത്ത് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ വാളാകെ തുരുമ്പ് പിടിച്ചിരിക്കുകയെന്ന് കണ്ടാൽ ഉളി കൊണ്ട് വേണമെങ്കിൽ കാര്യം നടത്തിയിരിക്കും. പക്ഷേ ആ വാളിന് പകരം അവിടെ ഉളി ആ സ്ഥാനം പിടിക്കും. അതുകൊണ്ട് ഈശ്വരനാകുന്ന ഒരു ആശാരിയുടെ പണിപ്പുരയിലെ പണിയായുധങ്ങളാണ് നമ്മളൊക്കെ. എന്ന് നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അന്ന് നമ്മൾ നിറച്ചുണ്ടാവണം. നിങ്ങളുടെ ഉള്ളിൽ നിറച്ചാൽ തീർച്ചയായിട്ടും മൂർച്ച വെപ്പിച്ചാൽ അത് ഈശ്വരന് ഉപയോഗിച്ചേ പറ്റൂ. നിങ്ങളെ തേടി ആൾക്കാർ വന്നേ ഇരിക്കൂ, നിങ്ങളുടെ ജീവിതം സഫലമായേ ഇരിക്കൂ. അതുകൊണ്ട് നമ്മളെ മൂർച്ച വെപ്പിക്കുക, നമ്മളെ പവർഫുൾ ആക്കുക, നമുക്ക് ഈ ജീവിതം സഫലമാക്കുക. ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇല്ല. അതുകൊണ്ട് ഒറ്റപ്പെടൽ വിഷമിക്കരുത്. ഒറ്റപ്പെടൽ എന്ന അനുഗ്രഹം എനിക്ക് കിട്ടി എന്ന് നിങ്ങൾ പറയണം, അനുഗ്രഹമാക്കി മാറ്റണം. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.